വെൽക്കം ടു VBY ITI ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്വയർമെൻറ്റ് ഓഫ് ഗ്രീൻ ബെൽറ്റ് ലാൻഡ്. ഈ ഒരു സെക്ഷനിൽ പറയുന്നത് ഗ്രീൻ ബെൽറ്റ് ലാൻഡ് എന്താണെന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നും അതുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസ് എന്തൊക്കെയാണെന്നുമാണ്. ഒബ്ജക്റ്റീവ്സ്: ഡിസ്ക്രൈബ് ഗ്രീൻ ബെൽറ്റ് ലാൻഡ് ആൻഡ് ഇറ്റ്സ് പർപ്പസസ്. എക്സ്പ്ലെയിൻ എൻവിറോൺമെൻറ്റൽ ലോ ഫോർ ഗ്രീൻ ബെൽറ്റ് ഡെവലപ്മെൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗ്രീൻ ബെൽറ്റ് ലാൻഡ് എന്ന് നമുക്ക് നോക്കാം. ഗ്രീൻ ബെൽറ്റ് ലാൻഡ് റെഫേഴ്സ് ടു an ഏരിയ ദാറ്റ് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് ഫോർ an ഓപ്പൺ സ്പേസ്, മോസ്റ്റ് ഓഫൺ അറൌണ്ട് ലാർജർ സിറ്റീസ്. ലാർജ് സിറ്റീസിന് അറൌണ്ടായി ഓപ്പൺ സ്പേസിന് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള ഏരിയനെയാണ് ഗ്രീൻ ബെൽറ്റ് ലാൻഡ് എന്ന് പറയുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദി ഗ്രീൻ ബെൽറ്റ് പോളിസി ഈസ് ടു പ്രൊട്ടക്ട് ദി ലാൻഡ് അറൌണ്ട് ലാർജർ അർബൻ സെന്റേഴ്സ് ഫ്രം അർബൻ sprawl and maintain the designated area for forestry and agriculture as well as to provide habitat to wildlife. ഈ ഗ്രീൻ ബെൽറ്റ് പോളിസിയുടെ മെയിൻ പർപ്പസ് ലാർജ് അർബൻ സെൻറ്റേഴ്സിന് ചുറ്റും വരുന്ന ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ ആ ഏരിയനെ ഫോറസ്ട്രി അതുപോലെ അഗ്രികൾച്ചറൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഹാബിറ്റാറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനും ഈ ഒരു ലാൻഡ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഗ്രീൻ ബെൽറ്റ് ലാൻഡ് ആണ്. ഗ്രീൻ ബെൽറ്റ് ഓഫേഴ്സ് എ നമ്പർ ഓഫ് ബെനിഫിറ്റ്സ് ഫോർ ബോത്ത് അർബൻ ആൻഡ് റൂറൽ പോപ്പുലേഷൻ. ഇതുപോലെ ഗ്രീൻ ബെൽറ്റ് ലാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഗ്രാമത്തിലെ ആളുകൾക്കും അതുപോലെ നഗരത്തിലെ ആളുകൾക്കും ഒരുപാട് ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ട്. ഗ്രീൻ ബെൽറ്റ് ലാൻഡിനെ അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ ചെറിയ ചെറിയ ബിൽഡിങ്സ് നിർമ്മിക്കാം, ക്ലീൻ എയർ പ്രൊവൈഡ് ചെയ്യും, അതുപോലെ അർബൻ സ്പ്രോൾ അതായത് നഗരവ്യാപനം പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഗ്രീൻ ബെൽറ്റ് ലാൻഡ് മുന്നേ പറഞ്ഞ ഒരു ഓപ്പൺ സ്പേസ് ആണ്, പക്ഷെ അവിടെ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ല. അഗ്രികൾച്ചറൽ യൂസിനും അതുപോലെ സാനിറ്റേഷൻ ഫെസിലിറ്റീസിനും ആവശ്യമായിട്ടുള്ള ബിൽഡിങ്സ് ഗ്രീൻ ബെൽറ്റ് ലാൻഡിൽ അലൗഡ് ആണ്. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ അതുപോലെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് MOEF എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് പോളിസി ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്നുണ്ട്. എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് EIA ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടൗൺഷിപ്പ് ആൻഡ് ഏരിയ ഡെവലപ്മെന്റിന്റെ പ്രൊജക്ട്സിന് ഒരു മാനുവൽ ഗൈഡൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഒരു ഗൈഡൻസ് മാനുവലിലും ഗ്രീൻ ബെൽറ്റിന്റെ ഇമ്പോർട്ടൻസ് പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ MOEF ഇൻഡസ്ട്രീസിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള എൻവിറോൺമെന്റൽ ഗൈഡ് ലൈൻസിലും ആ ഇൻഡസ്ട്രീസിന് ചുറ്റും വരുന്ന സറൗണ്ടിങ് വരുന്ന എൻവിറോൺമെന്റിനെ കെയർ ചെയ്യാനും അതുപോലെ ഇൻഡസ്ട്രിയൽ ഓപ്പറേഷൻസിന്റെ ഇമ്പാക്ട് മിനിമൈസ് ചെയ്യാനും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കോളജിക്കലി സെൻസിറ്റീവായ ഏരിയ അതുപോലെ കോസ്റ്റൽ ഏരിയാസ്, റിവർ സൈഡ് അതുപോലെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഒരു certain ഡിസ്റ്റൻസ് ഈ ഇൻഡസ്ട്രീസ് കീപ്പ് ചെയ്യണം. Following are the key points that all industries need to follow while moving ahead with the establishment of manufacturing or processing unit in certain areas. ഒരു ഇൻഡസ്ട്രിയുടെ കേസിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ആണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, നോ ഫോറസ്റ്റ് ലാൻഡ് ഷാൾ ബി കൺവേർട്ടഡ് ഇൻ ടു നോൺ ഫോറസ്റ്റ് ആക്ടിവിറ്റി. 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പ്രകാരം ഫോറസ്റ്റ് ലാൻഡിനെ നോൺ ഫോറസ്റ്റ് ആക്ടിവിറ്റിക്ക് വേണ്ടി കൺവേർട്ട് ചെയ്യാൻ പാടില്ല. ദെൻ സെക്കൻഡ് വൺ, നോ പ്രൈം അഗ്രികൾച്ചറൽ ലാൻഡ് ഷാൾ ബി കൺവേർട്ടഡ് ഇൻ ടു ഇൻഡസ്ട്രിയൽ സൈറ്റ്. അതുപോലെ അഗ്രികൾച്ചറൽ ലാൻഡിനെ ഇൻഡസ്ട്രിയൽ സൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്യാനും പാടില്ല. ദ നെക്സ്റ്റ് പോയിന്റ്, വിത്തിൻ ദി അക്വയർഡ് സൈറ്റ് ദ ഇൻഡസ്ട്രി മസ്റ്റ് ലൊക്കേറ്റ് ഇറ്റ് സെൽഫ് അറ്റ് ദി ലോവസ്റ്റ് ലൊക്കേഷൻ ടു റിമൈൻ ഒബ്സ്ക്യൂർഡ് ഫ്രം ജനറൽ സൈറ്റ്. ഇൻഡസ്ട്രിക്ക് വേണ്ടി തെരഞ്ഞെടുത്തുള്ള ഏരിയയിൽ ജനറൽ സൈറ്റിൽ നിന്നും മാറിയ ഇൻഡസ്ട്രി മാത്രമേ നിലനിൽക്കാൻ പാടുള്ളൂ. ദ നെക്സ്റ്റ്, ലാൻഡ് അക്വയർഡ് ഷാൾ ബി സഫിഷ്യൻ്റ്ലി ലാർജ് ടു പ്രൊവൈഡ് സ്പേസ് ഫോർ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ സ്റ്റിൽ ലെഫ്റ്റ് ഫോർ ട്രീറ്റ്മെന്റ് ആഫ്റ്റർ മാക്സിമം പോസിബിൾ റീയൂസ് ആൻഡ് റീസൈക്കിൾ. അതുപോലെ ഇൻഡസ്ട്രീസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ലാൻഡ് സഫിഷ്യൻ്റ്ലി ലാർജ് ആയിരിക്കണം. വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. റീക്ലെയിംഡ് വേസ്റ്റ് വാട്ടർ ഷാൾ ബി യൂസ്ഡ് ടു റേസ് ഗ്രീൻ ബെൽറ്റ് and to create water body for aesthetics, recreation and if possible for aquaculture. ഈ ട്രീറ്റ് ചെയ്ത വേസ്റ്റ് വാട്ടറിനെ ഗ്രീൻ ബെൽറ്റ് ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ എസ്തെറ്റിക് പർപ്പസിന് വേണ്ടിയുള്ള വാട്ടർ ബോഡീസ് നിർമ്മിക്കാം, റിക്രിയേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, അക്വാകൾച്ചർ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ദ ഗ്രീൻ ബെൽറ്റ് ഷാൾ ബി 1/2 കിലോമീറ്റർ വൈഡ് അറൌണ്ട് ദി ലിമിറ്റ് ഓഫ് ദി ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രി ലിമിറ്റിന് അറൌണ്ട് ആയി 1/2 കിലോമീറ്റർ വൈഡ് ആയിട്ട് ഗ്രീൻ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഫോർ ഇൻഡസ്ട്രി ഹാവിംഗ് ഓർഡർ പ്രോബ്ലം
അകലം ഇറ്റ് ഷോൾ ബി എ കിലോമീറ്റർ വൈഡ്. ഓർഡർ പ്രോബ്ലംസ് വരുന്ന ഇൻഡസ്ട്രിയുടെ കേസിൽ ഇത് 1 കിലോമീറ്റർ ഉണ്ടായിരിക്കണം. ദ ഗ്രീൻ ബെൽറ്റ് ബിറ്റ്വീൻ ടു അഡ്ജോയിനിങ് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഷോൾ ബി 1 കിലോമീറ്റർ. രണ്ട് അഡ്ജോയിനിങ് ആയി വരുന്ന ലാർജ് ഇൻഡസ്ട്രീസിന്റെ ഇടയിൽ 1 കിലോമീറ്റർ എങ്കിലും ഗ്രീൻ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇനഫ് സ്പേസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ സ്റ്റോറേജ് ഓഫ് സോളിഡ് വേസ്റ്റസ് സോ ദാറ്റ് ദീസ് കുഡ് ബി അവൈലബിൾ ഫോർ പോസിബിൾ റീയൂസ്. അതുപോലെ സോളിഡ് വേസ്റ്റിന്റെ സ്റ്റോറേജിന് വേണ്ടി സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ അതിന് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ഒരു ഇൻഡസ്ട്രി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ ഒരു ലാൻഡിന് അനുയോജ്യമായ രീതിയിലായിരിക്കണം അതിന്റെ ലേഔട്ടും കാര്യങ്ങളും. ആ ഒരു ലാൻഡിന്റെ സീനിക് ഫീച്ചേഴ്സിനെ അത് എഫക്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ ഇൻഡസ്ട്രിയുടെയും ടൗൺഷിപ്പിനെയും ഇടയിൽ ഒരു ബാരിയർ ഉണ്ടായിരിക്കണം. ഈച്ച് ഇൻഡസ്ട്രി ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ 3 ആംബിയന്റ് എയർ ക്വാളിറ്റി മെഷറിംഗ് സ്റ്റേഷൻസ് വിത്തിൻ 120 ഡിഗ്രി ആംഗിൾ ബിറ്റ്വീൻ സ്റ്റേഷൻസ്. ഓരോ ഇൻഡസ്ട്രിയിലും 3 ആംബിയന്റ് എയർ ക്വാളിറ്റി മെഷറിംഗ് സ്റ്റേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റേഷൻസിന്റെ ഇടയിൽ 120 ഡിഗ്രി ആംഗിൾ ഉണ്ടായിരിക്കണം. MOEF തയ്യാറാക്കിയിട്ടുള്ള എൻവിറോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ, അതായത് EMP, കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ടൗൺഷിപ്പും 1 to 1.5 കിലോമീറ്റർ ഗ്രീൻ ബെൽറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എയർ ആൻഡ് നോയ്സ് പൊല്യൂഷൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ 1988 നാഷണൽ ഫോറസ്റ്റ് പോളിസി NFP പറയുന്നത് റോഡ്, റെയിൽവേ ലൈൻസ്, റിവർ, സ്ട്രീം, കനാൽസിന്റെ എല്ലാം സൈഡിൽ ട്രീസ് പ്ലാന്റ് ചെയ്യാം. അതുപോലെ യൂട്ടിലൈസ് ചെയ്യാത്ത ലാൻഡിൽ ട്രീസ് പ്ലാന്റ് ചെയ്യാം. അതുപോലെ NFP പറയുന്നുണ്ട് അർബൻ ഇൻഡസ്ട്രിയൽ ഏരിയാസിലും ആരിഡ് ട്രാക്ട്സ്, അതായത് വരണ്ട പ്രദേശങ്ങളിലും ഗ്രീൻ ബെൽറ്റ് ഉണ്ടായിരിക്കണം. ഗ്രീൻ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇറോഷൻ, അതായത് മണ്ണൊലിപ്പ്, ഡെസേർട്ടിഫിക്കേഷൻ, മരുഭൂമിയായി മാറുന്നത്, അതുപോലെ മൈക്രോ ക്ലൈമറ്റിനെ ഇംപ്രൂവ് ചെയ്യാനെല്ലാം വേണ്ടിയാണ്. അതുപോലെ MOEF പറയുന്നുണ്ട് പവർ സ്റ്റേഷൻ ബൗണ്ടറിക്ക് അറൗണ്ട് ആയിട്ട് ഗ്രീൻ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്യണം. അവിടെ ട്രീസ് പ്ലാന്റ് ചെയ്യാം. ലാൻഡ്സ്കേപ്പും ഈ ഗ്രീൻ ഏരിയയുടെയും കൂടി ടോട്ടൽ ഏരിയ ആ പ്ലാന്റ് ഏരിയയുടെ 1/3 ഉണ്ടായിരിക്കണം, അതായത് ഏകദേശം 33%. ഇൻ ഇന്ത്യ ദർ ഈസ് നോ എക്സ്ക്ലൂസീവ് ഗ്രീൻ ബെൽറ്റ് റെഗുലേഷൻ ഓർ പോളിസി. ഇന്ത്യയിൽ ഈ ഗ്രീൻ ബെൽറ്റിന് വേണ്ടി റെഗുലേഷനോ പോളിസി നിയമങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എൻവിറോൺമെന്റൽ ഗൈഡ് ലൈൻസ് ഫോർ ഇൻഡസ്ട്രീസ്, എൻവിറോൺമെന്റ് മാനേജ്മെന്റ് പ്ലാൻ, നാഷണൽ ഫോറസ്റ്റ് പോളിസി, ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് തുടങ്ങിയ റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഇതിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ലാൻഡ് ഗ്രീൻ ബെൽറ്റിന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ് പറയുന്നത്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആർ കോസിംഗ് അഡീഷണൽ ബേർഡൻ ഓൺ നാച്ചുറൽ റിസോഴ്സസ്. അഗ്രികൾച്ചറൽ, അതുപോലെ അർബൻ, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന്റെ എല്ലാം എക്സ്പാൻഷൻ നാച്ചുറൽ റിസോഴ്സിന് നാശം സംഭവിക്കാം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഈസ് കോസിംഗ് സെവിയർ ഹെൽത്ത് ഹസാർഡ്സ് ഡ്യൂ ടു എക്സീഡഡ് ലെവൽ ഓഫ് പൊല്യൂഷൻ. അതുപോലെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് മൂലമുണ്ടാകുന്ന പൊല്യൂഷൻ കാരണം ഹെൽത്തിന് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഗ്രീൻ ബെൽറ്റ് നോട്ട് റെസ്ട്രിക്ട് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ബട്ട് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദി എക്കോളജിക്കൽ ബാലൻസ് ഓഫ് ദി റീജിയൻ. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കേസിലെല്ലാം ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമുക്ക് ഗ്രീൻ ബെൽറ്റിന്റെ കൺസ്ട്രക്ഷൻ കാരണം ഒരിക്കലും എൻവിറോൺമെന്റൽ പൊല്യൂഷനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ആ ഒരു റീജിയന്റെ എക്കോളജിക്കൽ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ഈ ഗ്രീൻ ബെൽറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് വഴി അർബൻ ഏരിയയിൽ നിന്നും ഒരു ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആ ഒരു ലാൻഡിനെ അഗ്രികൾച്ചറൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ ചെറുകിട ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഗ്രീൻ ബെൽറ്റ് ലാൻഡ് റിസർവ് ചെയ്യുന്നത് വഴി വൈൽഡ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ പൊല്യൂഷനൊക്കെ ഒരുവിധം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ഗ്രീൻ ബെൽറ്റ്, അതിന്റെ പർപ്പസ് എന്താണ്, അതുവഴി ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ്. ഈ ഒരു ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.